ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഷുഗർ രോഗത്തിൽ നിന്ന് പരിപൂർണമായി ആശ്വാസം ലഭിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ്. എക്സസൈസിലൂടെയും ഭക്ഷണ രീതിയിലൂടെയും നമ്മൾ കാണുന്നത്. നമ്മൾ പൂർണ്ണമായി ഈ ഷുഗറിൻ്റെ രോഗത്തിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് രൂപേണ ഘട്ടം ഘട്ടമായി വീഡിയോസ് എടുത്തുകൊണ്ട് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത്. ഇത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ഷുഗർ മാറും, പല അസുഖങ്ങളും മാറും. സ്ട്രോക്ക് വരുന്നത് എങ്ങനെ, അതെല്ലാം മാറിക്കിട്ടും. പരമാവധി നമ്മൾ നമ്മളെ ശരീരത്തിനെ കാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് എല്ലാവിധ എക്സസൈസുകളും ഷുഗർ രോഗി പ്രത്യേകിച്ചും അല്ലാത്തവരും എക്സസൈസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ എക്സസൈസുകളും കാണുക. പഠിപ്പിച്ച് തന്ന എക്സസൈസിൽ മുഴുവൻ നിങ്ങൾ പഠിക്കുകയും അതിനുശേഷം കണ്ടിന്യൂ ആയി ഒരു ചെങ്ങല രൂപത്തിൽ എല്ലാ എക്സസൈസിനും കോർത്ത് ഇണക്കിക്കൊണ്ട് 1 മണിക്കൂറിലേക്ക് അതിന് സെറ്റ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഓരോ എക്സസൈസും മനഃപ്പാടമാക്കിക്കൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മളെ പ്രമേയം എന്താണ്? മരുന്നില്ലാതെ എങ്ങനെ ഷുഗർ രോഗം മാറ്റാം. തലച്ചോറിൽ നമ്മൾ ഫീഡ് ചെയ്യേണ്ടത് 100% ഷുഗർ രോഗം മാറൂല എന്ന വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഷുഗർ മാറും. ആ മാറ്റത്തിന്റെ തുടക്കമാണ് നമ്മൾ ചെയ്യുന്നത്. വെറും വയറ്റിൽ രാവിലെ കുടിക്കേണ്ടത് 1 സ്പൂൺ ഉലുവ രാത്രി വെള്ളത്തിൽ ഇട്ട് വെക്കുക. അത് രാവിലെ 5 മണിക്ക് എണീറ്റ് കൊണ്ട് ആ ഉലുവ തിളപ്പിച്ചതിന് ശേഷം, ആ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആ ഉലുവ പച്ചക്കായി കഴിക്കുകയും ആ ഉലുവ എടുത്ത് പച്ചക്ക് ചവച്ചരച്ച് കഴിക്കണം. അത് കഴിച്ചതിന് ശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തുകൊണ്ട് വായിലിട്ട് ഗുളിക കഴിക്കുന്നത് വരെ വിഴുങ്ങുക. ഈ വെള്ളം കുടിക്കുകയും വെളുത്തുള്ളി ക്യാപ്സൂൾ രൂപത്തിൽ ഗുളിക രൂപത്തിൽ വിഴുങ്ങുകയും ചെയ്തതിനു ശേഷമാണ് നമ്മൾ നമ്മുടെ എക്സസൈസ് ആരംഭിക്കുന്നത്. പഠിപ്പിച്ചു തന്ന ഓരോ ക്ലാസ്സിലെയും 1 മുതൽ ഇത് 11ാമത്തെ വീഡിയോ ആണ്. അത് നിങ്ങൾ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കുറേശ്ശെ വീഡിയോ ചെയ്യുന്നത്. പഠിച്ചതിന് ശേഷം ഒരു ചെങ്ങല രൂപത്തിലാണ് നമ്മൾ ഈ എക്സസൈസിനെ മനസ്സിലാക്കേണ്ടതും പിന്നെ 1 മണിക്കൂർ ജീവിതത്തിൽ പകർത്തേണ്ടതും. സമയം കളാതെ ഞാൻ എൻ്റെ എക്സസൈസിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ പല വിധത്തിലായിട്ട് കാണാം. ഇതൊരു രൂപത്തിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിന്ന് ചെയ്യുന്നവർ ഇരുന്ന് ചെയ്യുന്നവർ, നിൽക്കാൻ കഴിയാത്തവർ ഇരുന്ന് ചെയ്യണം, നിൽക്കാൻ കഴിയുന്നവർ നിന്നുകൊണ്ട് തുടങ്ങണം. എല്ലാ സ്റ്റെപ്പുകളും വരും. ഓരോ സ്റ്റെപ്പായിരിക്കും ഞാൻ കാണിക്കുക. ആ ഓരോ സ്റ്റെപ്പുകളും 12 വീതമാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. 12 വീതം ചെയ്യുക, പിന്നെ 12 വീതം ചെയ്യുക, പിന്നെ 12 വീതം ചെയ്യുക. ഓക്കെ, അവസാനിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ വീഡിയോയിൽ അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യണം അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ്. കാണാത്തവർ എൻ്റെ വീഡിയോ മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5. ഞാൻ കൗണ്ടിങ് നിർത്തും. കാരണം ഞാൻ സംസാരിക്കൽ എക്സസൈസ് ചെയ്യുമ്പോഴും നല്ല ശ്വാസ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഞാനും കിതപ്പ് എനിക്കും ഉണ്ടാവും. കിതക്കണം. അപ്പൊ നമുക്ക് സംസാരിക്കാൻ കൂടുതൽ കഴിയില്ല. എണ്ണലും സംസാരിക്കലും എക്സസൈസും പാടാകുമ്പോൾ എനിക്ക് സമയം എടുക്കും. അപ്പൊ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. 1 2
3 4 5 6 7 8 9 10 11 12 1 2 3 4 5 6 7 8 ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സാവകാശമാണ്. 9 ഞാൻ വീഡിയോ നീണ്ടു പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. 10 നിങ്ങളിതൊക്കെ വളരെ സാവകാശം ചെയ്ത് തീർക്കേണ്ടതാണ്. 11 12 ഓക്കെ. ഇനി ശ്വാസം മേപ്പോട്ട് എടുക്കുക, താഴത്തേക്ക് പോകുമ്പോൾ കീപ്പോട്ടേക്ക് വലിക്കുക. ശ്വാസം മേപ്പോട്ട് എടുക്കുക, താഴേക്ക് പോകുമ്പോൾ കീപ്പോട്ട് വിടുക. 1 2 വയറ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ 2 കൈയും നിലത്ത് തട്ടുന്നതാണ്. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് 1 മാസം ആവുമ്പോഴേക്കും നിങ്ങളെ കൈ നിലത്ത് തട്ടിയിരിക്കണം. അതിൻ്റെ അർത്ഥം നമ്മളുടെ ഭക്ഷണ രീതിയും എക്സസൈസും നിങ്ങളെ ശരീരത്തിന് ഫലിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. തുടക്കത്തിൽ നിലത്ത് തട്ടാൻ പ്രയാസമുണ്ടാവും. കാരണം വയറ് വീർത്ത് നിൽക്കുകയായിരിക്കും, ഗ്യാസ് എല്ലാം നിറഞ്ഞിട്ട്. അതെല്ലാം മാറിക്കിട്ടും. നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാറിക്കിട്ടും. കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പരമാവധി ശരിയാ. 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5 6 7 8 9 10 11 12 ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം നെരിയാണിക്കും കാലിന്റെ മസിലിനും നമ്മളെ ബോഡി വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് ഈ വരുന്ന ഞരമ്പുകൾക്കും മസിലുകൾക്കും ശക്തി പകരേണ്ടതുണ്ട്. അതിനു വേണ്ടി ഒരു 10 പ്രാവശ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൈ എവിടെയെങ്കിലും പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചിരിക്കാം, പിടിച്ചു നിൽക്കാം, അല്ലെങ്കിൽ കയറ് വെക്കാം. 1 2 3 4 5 6 7
8 9 10 11 12 ഇങ്ങനെ 3 സെറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം കൈ എവിടെയെങ്കിലും പിടിക്കണമെന്ന് വെച്ചാൽ പിടിക്കുക. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ചെയ്യാം. ഓക്കെ, നിൽക്കേണ്ടത് ഇങ്ങനെയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 സെയിം റൈറ്റും. 1 ബാലൻസ് ആയി മാറും കേട്ടോ. എക്സസൈസ് ചെയ്ത് ശീലമാകുന്നതിനനുസരിച്ച് ബാലൻസ് ആവും. 3 4 5 6 7 8 9 10 11 12. എന്നിട്ട് ഈ 12 12 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഈ കാലിൻ്റെ ഇപ്പം ഇത് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെ ഈ കാലിൻ്റെ പത്തി 1 2 താഴെ മേലേക്ക് ചെയ്യുക. പിന്നെ റൗണ്ട് റൈറ്റ്, റൗണ്ട് ലെഫ്റ്റ് ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, 1 2 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 6 7 8 9 10 11 12. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇനി വേറെ എക്സസൈസൊക്കെ പോകാണ്ട്. അതിന് മുന്നേ നമ്മൾ തുടങ്ങിയ എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിലേക്കാണ് പോകുന്നത്. ഇത് ഫുള്ള് സെറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഞാൻ ഇപ്പം കാണിച്ചു തന്ന അവിടുന്ന് ഇങ്ങോട്ടാണ് വീണ്ടും നമ്മൾ പഴയ എക്സസൈസ്ക്ക് വരേണ്ടത്. എല്ലാം ഒരു സെറ്റ് ചെയ്തിട്ട് വീണ്ടും എല്ലാം ഒരു സെറ്റ് ചെയ്യാം. വീണ്ടും എല്ലാം ഒരു സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, കിതപ്പ് അത്ര ചെയ്തപ്പോക്കിന് കിതപ്പ്. ഇത് കഴിയുമ്പോക്കിന് വീണ്ടും കിടക്കും. അടുത്ത എക്സസൈസ് ചെയ്യുമ്പോൾ വീണ്ടും കിടക്കും. ഇതാണ് 1 മണിക്കൂർ നമ്മൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ. ഓക്കെ, 1 2 3 4 6 8 9 10 11 12. 1 2 3 4 5 7 8 9 10 11 12. 2 3 4 5 6 7 8 10 11 12. 1 2 4 5 6 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 ഇത് ഒരു 30-35 വട്ടെങ്കിലും അടിക്കണം. നല്ല അടി തന്നെ അടിക്കണം. 7 8 9 10 11 15 16 17 18 19 20 21 24 25 26 29 30. 1 2 3 4 5 6 7 8 9 10. ഇത് ഈ കാണിക്കുന്നതൊക്കെ 10-30 പ്രാവശ്യങ്ങൾ അടിക്കണം. ഇതിന്റെ കൈ, ഷോൾഡർ, കൈവിരല് എല്ലാം ചലിച്ചുകൊണ്ടേയിരിക്കും. സ്ട്രോക്ക് വരുന്നതോ വരാനുള്ളതോ ഞരമ്പുകൾ ബ്ലോക്ക് ഉള്ളതായ ഞരമ്പുകളെല്ലാം നമുക്ക് തുറയേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിത് ആവർത്തിച്ച് ചെയ്യാൻ പറയുന്നത്. ഇതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഞാനൊരു കേസിൽ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അതിൻ്റെ മുന്നേ ഈ വീഡിയോക്ക് ശേഷം ഞാൻ
ഒന്ന് രണ്ട് കാര്യം സംസാരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സ്ട്രോക്ക് കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ഷുഗർ കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ആദ്യം എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയത് എൻ്റെ കൈകളൊക്കെ ചലിക്കുന്നത് ഒരേ രൂപത്തിലാണ്. ഇതേപോലെ തന്നെ നിങ്ങളെ പഠിച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഫീഡ് ചെയ്തുകൊണ്ട് ചെയ്യും. മനസ്സിലായല്ലേ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഓരോ എക്സസൈസും ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനാണ് ഏതിനാണ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സ്ട്രോക്ക് വരുന്നതും വരാതെ നിൽക്കാനും മുൻകരുതൽ എടുക്കാനുള്ള ഒരു പരിപാടിയാണ്, എക്സസൈസ് ആണ് ഇത് ചെയ്ത് തരുന്നത്. മനസ്സിലാക്കുക. ഈ കുഴിയിൽ തന്നെ കയ്യിന്റെ ഓരോ പോയിന്റുകളും ഞാൻ കാണിച്ചു തന്ന വീഡിയോസുകളുണ്ട്. എക്സസൈസിന്റെ പ്രത്യേക വീഡിയോസ് ഷുഗർ രോഗികളും അല്ലാത്തവരും കാണുക. 1 മുതൽ കുറേശ്ശെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. ആ വീഡിയോസ് ഓരോന്നും എടുത്തുകൊണ്ട് എൻ്റെ വീഡിയോസിൽ ഷുഗർ കൺട്രോൾ ടിപ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ, നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ബാപ്പു ബേബി ഫാം അതടിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ പോയിന്റുകൾ കറക്റ്റായിട്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുള്ളത് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതാണ് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഇതിൻ്റെ പുറകെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ എക്സസൈസിന് ഇത്ര പ്രാധാന്യമുള്ളത്? എക്സസൈസുകൾ പലതുണ്ട്. നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ പ്രത്യേകമായി ഷുഗർ രോഗത്തിന് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം മരുന്നാക്കി കാണിച്ചു തരുകയും ഭക്ഷണം മരുന്നാക്കി കഴിക്കുകയും ചെയ്യുന്ന നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട എക്സസൈസ് ആണ് ഈ കാണിച്ചു തരുന്നത് മുഴുവനും. അതങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങൾ എക്സ്ട്രാ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നടക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചു നേരം നടക്കും ചെയ്യാം കഴിയുന്ന ആളുകൾ. ഓക്കെ, അപ്പൊ എക്സസൈസ് മുഴുവനായിട്ടും കാണാൻ തന്നെ ശ്രമിക്കണം. 1 2 3 4 എക്സസൈസ് ഫുള്ളായിട്ടും കാണാൻ തന്നെ ശ്രമിക്കണം. കൈ വെക്കാൻ പറഞ്ഞോട്ട് തന്നെ വെക്കണം. പോയിന്റ് എവിടെ ഞാൻ കാണിച്ചു തന്ന് അവിടെ തന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. ഇതെല്ലാം ചെയ്യേണ്ടത് 3 റൗണ്ടാണ്. ആദ്യം ഒരു റൗണ്ട് ചെയ്യുക, രണ്ടാമത് റൗണ്ട് ചെയ്യുക, മൂന്നാമത് റൗണ്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത് 1 2 3. ഇത് നിങ്ങൾ അവസാനം ചെയ്താൽ മതി. എല്ലാ എക്സസൈസും കഴിഞ്ഞതിന്റെ ശേഷം അവസാനത്തെ റൗണ്ടിൽ ഒരു കസാരയിൽ ഇരുന്നു കൊണ്ട് ശാന്തനായിട്ട് ഇരുന്നു കൊണ്ട് ഈ എക്സസൈസ് 3 ടേൺ ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാ, കയ്യ് താത്തി വെച്ചുകൊണ്ട് 4 5 10 1. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. നിങ്ങളുടെ ശരീരം റിലാക്സ് ആകും. നിങ്ങളുടെ മസിലുകൾ എല്ലാം സുഖമാകും. പെയിനുകൾ മാറിക്കൊണ്ട് പുറത്തുള്ള വേദന, കൈ കടച്ചില്, കാല് കടച്ചില്, തലവേദന, എല്ലാവിധ വേദനയിൽ നിന്നും ആശ്വാസം കിട്ടും. അതിനെന്ത് വേണം? നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ പ്രവർത്തിക്കാതെ ഒന്നും സംഭവിക്കില്ല. ഷുഗർ മാറണോ, നമ്മൾ അതിന് ഭക്ഷണ രീതി കാണിച്ചു തരുന്നത് പോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഞാൻ കാണിച്ചു തരുന്ന എക്സസൈസിൽ നിങ്ങളെ ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് രക്തം എത്താത്തത് ഉണ്ടാവുകയില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രക്തം എത്താത്തത് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. 1 2 3 4 5 6 7 8 1 2 3 4 5 6 10 11 12 8 9 10 11 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5 6 7 10 11 12 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 5 6 7 9 10 11 12 14 15 16 17 18 20 21 22 23 25. ഇത് പരമാവധി 30 35 പ്രാവശ്യം അടിക്കണം. നന്നായി തന്നെ അടിക്കണം. ഓക്കെ,
കൈയിൻ്റെ ഉള്ളിലൊക്കെ ചത്ത ഞരമ്പുകളൊക്കെ ആക്റ്റീവ് ആകും. കണ്ടില്ലേ, എന്താ ശ്വാസം ഇതാകുന്നത്, വേർക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? വളരെയധികം യൂസ്ഫുൾ ആയ എക്സസൈസ് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത് സഹോദരന്മാരെ. നിസാരമായി കാണരുത് സഹോദരന്മാരെ. നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിനും നമ്മുടെ സഹോദരന്മാർക്കും നാട്ടിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഈ എക്സസൈസ് പരിപൂർണമായി ചെയ്യണം. കാരണം വളരെ കുറച്ച് നേരം, 1 മണിക്കൂർ മാത്രം നമ്മളെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഈ സമയം ചെലവഴിക്കുക. സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു വീഡിയോസും അതേപോലെ തന്നെ ഒരു ടോപ്പിക്കും ചെയ്യാണ്ട്, അത് നിങ്ങൾ കേൾക്കണം. അപ്പം നിങ്ങൾ തന്നെത്താനെ ശരിക്കും ഇത് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒരു ഡോക്ടറെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. ന്യൂറോളജി സ്പെഷ്യലിസ്റ്റ് ആയ ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേരും ഹോസ്പിറ്റലിലെല്ലാം ഞാൻ പറയുന്നുണ്ട്. സ്ട്രോക്കിനെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ അവരോട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു വീഡിയോ ചെയ്യണം, അതുകൊണ്ട് എനിക്ക് സമയം തരണം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഞാൻ അപ്പോയിൻമെൻറ്റിന് അവരെ അപേക്ഷിച്ചിട്ടുണ്ട് ഇന്നലെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ, കാരണം ഇതിൻ്റെ ഗൗരവം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സ്ട്രോക്ക് വന്നാൽ എന്തെല്ലാം സംഭവിക്കുന്നില്ല, ഗൗരവം നിങ്ങൾ സീരിയസ് ആയി എടുത്തിട്ടില്ല സഹോദരന്മാരെ. എടുക്കണം. ഡോക്ടർമാർ പറയുന്നത് 4 1 പേര് സ്ട്രോക്കിന് സാധ്യത ഉണ്ട് എന്നാ. അതിലൊന്നാമത്തെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, രണ്ടാമത്തത് കൈകാലുകള് ശരീരം കുഴഞ്ഞു പോകുന്ന സ്ട്രോക്കാണ്. ഈ 2 സംഗതി ഷുഗർ രോഗം കൊണ്ടും ഹൈ BP ഉണ്ടാകുന്നത് കൊണ്ടും ആവശ്യമില്ലാത്ത ടെൻഷൻ കൊണ്ടും ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, വിദഗ്ധമായ ഡോക്ടർമാർ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ കാത്തു രക്ഷിക്കാൻ വേണ്ടി നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾക്ക് അള്ളാഹു നൽകിയ അവയവം കൊണ്ട് മാത്രം ഒരു എക്യുപ്മെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു എക്യുപ്മെന്റും നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കണ്ട. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ കൈകാല് തന്നെ ധാരാളം മതി. ഇതുകൊണ്ട് തന്നെ ഞാൻ കണ്ടില്ല, വേർക്കുന്നത് നമ്മുടെ എല്ലാ പോയിന്റുകളിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കൈയെത്തുകയും നിങ്ങൾ ശരീരം, എൻ്റെ കൈ, നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കണം സഹോദരന്മാരെ. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്? വേർക്കുന്നത് കണ്ടില്ലേ? ആർട്ടിമിടിപ്പ് കൂടുന്നത് കണ്ടില്ലേ? ഇതെല്ലാം നിങ്ങൾക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകമായി പറയുന്നത്. ഇത് ആസ്വദിക്കണം. ഡോക്ടർമാർ പറയുന്നത് ശാന്തമായിട്ട്, ടെൻഷൻ ഇല്ലാത്ത ചിന്തിക്കണം. ടെൻഷൻ ഉണ്ടാകരുത്. ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പല അസുഖങ്ങളും, സ്ട്രോക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഷുഗർ ഉണ്ടെങ്കിൽ, ഹൈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഭക്ഷണ രീതിയിൽ ചീത്ത കൊളസ്ട്രോള് കുറഞ്ഞു പോരുകയും നല്ല കൊളസ്ട്രോള്, നമുക്ക് ആവശ്യമുള്ള കൊളസ്ട്രോള് ഉണ്ടാവുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൽ കാണാവുന്നതാണ്. അതുപോലെ 100% നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഷുഗർ മാറിപ്പോകും. അതിനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നത്. ഞാൻ ദിവസവും ചെയ്യുന്നത് ഞാൻ നിങ്ങളെയും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സഹോദരന്മാരെ. പറഞ്ഞു തന്ന പോയിന്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് എത്താത്തവർക്ക് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നിങ്ങൾ സന്ദേശം നൽകിക്കൊണ്ട് അവർക്കും ഇതിൻ്റെ ആസ്വാദനം കിട്ടത്തക്ക വിധത്തിൽ ആക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇത് 2 റൗണ്ടേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ 3ാമത്തെ റൗണ്ട് പൂർത്തിയാക്കി. ഞാൻ 3ാമത്തെ റൗണ്ട് പൂർത്തിയാക്കിയാൽ വീഡിയോ നീണ്ടുപോകും. പഠിച്ചു വന്ന ആൾക്കാർക്ക് ഇത് ഈസി ആയിട്ടുണ്ടാവും. എൻ്റെ കൂടെ ചെയ്യുക. എൻ്റെ വീഡിയോ കാണാത്തവർ ഇതിൻ്റെ ബാക്കിലേക്കുള്ള എക്സസൈസ് വീഡിയോയിലേക്ക് പോവുക. ഇനി ലാസ്റ്റ് 3ാമത്തെ റൗണ്ടിൽ ഇതൊരു 30 പ്രാവശ്യം അടിക്കുക. നന്നായി തന്നെ അടിക്കുക. നന്നായി അടിച്ചതിൻ്റെ ശേഷം വളരെ നന്നായി തന്നെ അടിക്കുക. കയ്യിൻ്റെ ഞരമ്പുകൾ, കയ്യിൻ്റെ ഉള്ളടിയിലുള്ള ഞരമ്പുകൾ, ചത്ത ഞരമ്പുകളെല്ലാം ആക്റ്റീവ് ആക്കുക. ഓക്കെ, നന്നായി തന്നെ അടിക്കുക. ഇത് അതേപോലെ തന്നെ അടിക്കുക. ഈ 2 സൈഡ് ആണ് ഇവിടെ ഹിറ്റ് ആവേണ്ടത്. ഓക്കെ, നന്നായി അടിക്കുക. അതിനുശേഷം ഇതും 10-35 പ്രാവശ്യം നന്നായി അടിക്കുക. കയ്യിൻ്റെ ബാക്ക് സൈഡ് നന്നായി അടിച്ചതിന് ശേഷം വളരെ റിലാക്സ് ആയിട്ട് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് കണ്ണ് ചിമ്മി ഇരിക്കുക. കണ്ണ് ചിമ്മിയിട്ടാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങളോട് 2-3 സെക്കൻഡ് കാര്യങ്ങൾ പറയും.
വലിയൊരു ഡോക്ടറാണ് ന്യൂറോളജി. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഞാൻ അദ്ദേഹത്തിനോട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അവരിന്ന് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഭക്ഷണത്തിൻ്റെയും ഈ എക്സസൈസിൻ്റെയും ഗുണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തരും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരു പ്രാവശ്യങ്ങളും സഹോദരന്മാരെ നിങ്ങൾ ചെയ്തു നോക്കുക. ഈ ഭക്ഷണ രീതിയും ഈ എക്സസൈസും ഒരു മാസം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ചെയ്തു നോക്കിയിട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ രോഗത്തിൽ നിന്ന് ഒരുവിധം മുഴുവൻ രോഗത്തിൽ നിന്ന് നിങ്ങളെ ഈ എക്സസൈസും അതേപോലെ ഭക്ഷണവും സംരക്ഷിക്കും. ഭക്ഷണം നമ്മൾ പ്രത്യേകിച്ച് വേറൊരു ഭക്ഷണവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയൊരു ചേഞ്ച്, ആ ചേഞ്ച് കണ്ടിന്യൂ ആയിട്ട് ഒരു മാസം എക്സസൈസ്, പിന്നെ ഈ ഇരുത്തത്തിൻ്റെ അവസാനത്തെ ഈ എക്സസൈസിൻ്റെ പ്രധാനം തന്നെ എന്താണ്? ശരീരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, തലച്ചോട്ടിൽ നിന്ന് അനാവശ്യമായ ചിന്തകൾ, നമ്മൾ ആലോചിക്കുന്ന ചിന്തകൾ, ടെൻഷനുകൾ അത് ആ തലയിൽ നിന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് ചിമ്പിക്കൊണ്ട് നമ്മൾ ഈ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും മാറിക്കൊണ്ട് ഒരു നല്ല ചിന്ത തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇല്ല, എൻ്റെ അസുഖം മാറിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു അസുഖവുമില്ല, സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഹൃദയത്തിൽ ആരോടും എനിക്കൊരു വിദ്വേഷമോ പകയോ കുഴിന്തോ ഒന്നുമില്ല, ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നല്ല 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 മെസ്സേജുകൾ, നല്ല നല്ല കാഴ്ചകൾ, എല്ലാം ശുഭപ്രതീക്ഷകളെല്ലാം ഹൃദയത്തിൽ ഇട്ടുകൊണ്ട് നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് ഈ കണ്ണ് തുറക്കേണ്ടതാണ്. ഇനി ഒരു 10 സെക്കൻഡ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് പറഞ്ഞു തരും ഇത് എനിക്ക് ആവശ്യമുള്ളതായിരുന്നു എന്ന്. സഹോദരന്മാരെ, ഞാൻ നുണ പറയല്ല. നിങ്ങൾ ഓരോരുത്തരും ഇത് ഒന്ന് ആസ്വദിച്ച് നോക്കി. രാവിലെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഈ എക്സസൈസുകൾ മുഴുവനും, ഇപ്പൊ ഞാൻ ചെയ്തു തന്ന എക്സസൈസിൽ ഒരു സെറ്റ് എക്സസൈസ് കടന്നുകൊണ്ടുള്ള എക്സസൈസ് ബാക്കിയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലാണ് അത് കാണിച്ചു തരിക. അതുവരെ നിങ്ങൾ ഈ വീഡിയോ ഇപ്പൊ കണ്ടത് മുഴുവനും ഇതിന്റെ ബാക്കിൽ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന എക്സസൈസുകളും മനസ്സിലാക്കിക്കൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾ ഈ എക്സസൈസ് മുഴുവനും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയും ഞാൻ നിങ്ങൾക്ക് പല എക്സസൈസുകളും കാണിച്ചു തരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞത്, എല്ലാ എക്സസൈസ് തീർന്നു കഴിഞ്ഞാൽ ചുടുവെള്ളത്തിൽ കല്ലുപ്പിട്ടുകൊണ്ട് ഈ പോയിന്റുകൾ മുഴുവൻ നിങ്ങൾ ചൂട് പിടിക്കണം. ഈ പോയിന്റുകൾ ഫുള്ള് ചൂട് പിടിക്കണം. പെരടി ചൂട് പിടിക്കണം, കൈപ്പത്തി ചൂട് പിടിക്കണം, കാലിന്റെ പാദം ചൂട് പിടിക്കണം. എന്നിട്ട് ഒരു 10 സെക്കൻഡ് വീണ്ടും എല്ലാം ചൂട് പിടിച്ചതിന് ശേഷം ഇരിക്കുക. ഇരുന്നതിന് ശേഷം നിങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ബട്ടർക്കോ എങ്ങനെയാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞത്, ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ ഷുഗറിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഭക്ഷണ രീതി പറഞ്ഞു തന്നിട്ടുള്ളത് അതും ചെയ്തുകൊണ്ട് ഒരു ദിവസം മുഴുവനും കഴിച്ചു കൂട്ടുക. അത് മാത്രമല്ല, ഒരു മാസം മുഴുവനും കഴിച്ചു കൂട്ടുക. ഒരു 30 ദിവസം ആവുമ്പോഴേക്കിന് നിങ്ങളെ ഷുഗർ പമ്പ കടന്നിട്ടുണ്ടാവും, മാറിയിട്ടുണ്ടാവും. മാറ്റം നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ കാണാം, 15 ദിവസം കൊണ്ട് കാണാം, 30ാമത്തെ ദിവസം തീർച്ചയായിട്ടും കാണാം. ആ 30ാമത്തെ ദിവസം ആവുമ്പോഴേക്കും നിങ്ങളെ ഷോൾഡറിന്റെ വേദന, കൈ കടച്ചിൽ, കാല് കടച്ചിലെല്ലാം മാറിയിട്ടുണ്ടാവും. അത് മാത്രമല്ല, മാറിയിട്ടുണ്ടാവും. ആ മാറിയത് നിങ്ങൾ വേദന ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ഈ ഭക്ഷണ രീതിയും അതേപോലെ തന്നെ ഈ എക്സസൈസസ് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ആശ്വാസം. അതിനെ നിർത്തരുത്. കാരണം നമ്മുടെ ഓരോ ജോയിന്റുകൾക്കും കണ്ടില്ലേ, കൈയൊക്കെ ഇങ്ങനെ വൈബ്രേഷൻ ചെയ്യുന്നുണ്ട് കൈ. അപ്പൊ 3ാമത്തെ ടേണിൽ ശരിക്കും കൈ നമ്മൾ അറിയാതെയാണ് ഇത് ചെയ്യുന്നത്. അറിയാതെ ഇതിന്റെ കൈ വൈബ്രേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളും നിങ്ങളെ കൈ നോക്കണം എക്സസൈസ് ചെയ്തിട്ട്. കാരണം ആക്റ്റീവ് ആകും എല്ലാ ഞരമ്പുകളും. അതാവുണ്ട്, കണ്ടല്ലേ, വേർത്ത് കുളിച്ചു. ഇതാണ് നമുക്ക് ആവശ്യം. ഷുഗർ രോഗം, അടഞ്ഞു കിടക്കുന്ന കൊളസ്ട്രോള്, അടഞ്ഞു കിടക്കുന്ന ഷുഗർ, കരളിലൊക്കെ കടഞ്ഞു കിടക്കുന്ന ഗ്ലൂക്കോസിനൊക്കെ നമുക്ക് കത്തിച്ച് കളയേണ്ടതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചു നേരം മുറ്റത്തോ റോട്ടിലോ കുറച്ചേരം വാക്ക് ചെയ്യുന്നതോട് വിരോധമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് ചെയ്യണം. പിന്നെ ഞാൻ പെരഡിന്റെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഈ എക്സസൈസ് ഞാൻ ചെയ്തിട്ടില്ല. എങ്ങനെ തല 1, 2, 12 പ്രാവശ്യം
12 പ്രാവശ്യം 12 പ്രാവശ്യം, മുന്നിക്ക് പുഷ് ചെയ്യുക 12 പ്രാവശ്യം, ബാക്കിക്ക് പുഷ് ചെയ്യുക 12 പ്രാവശ്യം, സൈഡിക്ക് പുഷ് ചെയ്യുക 12 പ്രാവശ്യം, ലെഫ്റ്റിക്ക് പുഷ് ചെയ്യുക 12 പ്രാവശ്യം. അത് ഒരു സെറ്റ്, അതും ഈ കൂട്ടത്തിൽ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ കാണുക, മനസ്സിലാക്കുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും സന്ദേശം എത്തിക്കുക. താങ്ക് യു.